സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കുടുംബ പരമ്പരയുമായി ബന്ധപ്പെട്ട അഥവാ ജിഫ്രി കബീലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള മലപ്പുറം ജില്ലയിലെ കക്കാട് എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പഴയ തറവാട് വീടാണ് എനിക്ക് പിറകിൽ ഈ കാണുന്നത്. സയ്യിദ് ഹുസൈൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യമനിലെ ഹദർമൗത്തിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോൾ ഹുസൈൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മൂന്നാമത്തെ തലമുറയിൽപ്പെട്ട സയ്യിദ് ഹൈദ്രോസ് ജിഫ്രി തങ്ങളുടെ വീടായിരുന്നു ഇത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ രണ്ടാമത്തെ യോഗം നടന്നത് ഈ വീട്ടിൽ വെച്ചാണ്. പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീടുമായി നിരന്തര ബന്ധം പുലർത്തുകയും 21ാമത് സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുകയുമൊക്കെ ചെയ്ത ഒരു വീട് കൂടിയാണ് ഈ വീട് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്ക് ഈ കുടുംബ പരമ്പരയുടെ വേരും താവഴികളും ഈ സയ്യിദ് കുടുംബത്തിൻ്റെ ആ പഴയ കാലത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവുമെല്ലാം അറിയേണ്ടതുണ്ട്. ഇന്നത്തെ ഈ തറവാട്ടിൽ വസിക്കുന്ന സയ്യിദ് ജാഫർ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം, കണ്ടെത്താം, അറിയാം. സുപ്രഭാതം കാരവൻ ഇന്ന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആ ജിഫ്രി പരമ്പരയുടെ വേരുകൾ തേടിയുള്ള യാത്രയിലാണ്. അസ്സലാമു അലൈക്കും. ഇത് ജാഫർ ജിഫ്രി തങ്ങളാണ്. ഇന്നത്തെ ഈ വീടിൻ്റെ കാരണവരായിട്ട് നിൽക്കുകയാണ്. നമുക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഞങ്ങളുടെ ഈ യാത്രയുടെ ഒരു കാര്യം ജിഫ്രി പരമ്പരയുമായി ബന്ധപ്പെട്ട കഥകളും ആ കബീലയുടെ ആ ഒരു പാരമ്പര്യവും ഒക്കെ അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നത്. ആദ്യം ഈ ഒരു വീടിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. ഞാൻ കേട്ടത് PMSA പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും അന്നത്തെ ഹൈദ്രോസ് തങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് കൂടിയാലോചനകളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഈ വീടിന് എത്ര വർഷം പഴക്കം ഉണ്ടാവും ഏകദേശം? ഇത് ഏതാണ്ട് ഒരു 100-200 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു വീടാണിത്. ഇത് നമ്മുടെ ഉപ്പാപ്പയായ ഹൈദ്രൂസ് ജിഫ്രി, ഹദ്റമൗത്ത് നിന്ന് വന്ന ഉപ്പാപ്പ ഹുസൈൻ പാപ്പയുടെ മൂന്നാമത്തെ മകനായ ഹൈദ്രൂസ് ജിഫ്രിയാണ് ഈ വീട് പണി കഴിച്ചത്. ഇതിലിപ്പോൾ തന്നെ താമസിക്കുന്നത് തന്നെ ഫദൽ ജിഫ്രി ആയിരുന്നു ഇത് പണി കഴിപ്പിച്ചത്. ഈ ഹൈദ്രൂസ് ജിഫ്രിക്ക് തന്നെ വേറൊരു വീട് ഈ കക്കാട് തന്നെ വേറെ പ്രദേശത്ത് വേറെ ഉണ്ടായിരുന്നു. ഇത് എടുത്തത് ഹൈദ്രൂസ് ജിഫ്രി എടുക്കാൻ കാരണം മകനായ ഫദൽ ജിഫ്രിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ ഇവിടെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഫദൽ ജിഫ്രി തങ്ങൾ ഈ പിന്നെ പൂക്കോയ തങ്ങളുമായി അപാര ബന്ധമുള്ള ഒരു ആത്മീയമായിട്ട് ചികിത്സയും കാര്യമൊക്കെ ഉള്ളൊരു ആളായിരുന്നു ഫദൽ ജിഫ്രി. ഇവിടെ ആയിരുന്നു സമസ്തയുടെ 21ാമത്തെ ജമിയത്തുൽ ഉലമയുടെ യോഗവും ഇന്നത്തെ മുഷാവറ യോഗവും വിദ്യാഭ്യാസ ബോർഡിൻ്റെ 2ാമത്തെ യോഗവും ഈ കക്കാട് പ്രദേശത്തായിരുന്നു നടന്നത്. ഇതിന് മുമ്പ് ഈ വീടിൻ്റെ നേരെ മുമ്പിലായിരുന്നു മിഫ്താഹുൽ ഉലൂം മദ്രസ. മദ്രസയിൽ വെച്ചിട്ടായിരുന്നു പിന്നെ മുഷാവറ യോഗങ്ങളും. അന്നാണ് SYS രൂപം കൊണ്ടതും ഇതിൻ്റെ ഒരു പല കാര്യങ്ങളും ഇവിടെ വെച്ചിട്ട് തീരുമാനിച്ചത്. ഈ 2ാമത്തെ യോഗം ഈ വീട്ടിൽ വെച്ചായിരുന്നു? 2ാമത്തെ യോഗം വീട്ടിൽ വെച്ചായിരുന്നു. അന്നത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? അന്ന് സത്യത്തിൽ നമ്മളൊക്കെ അന്ന് ചെറിയ ആളുകളായതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഇതിൻ്റെ വിവരണം നമുക്ക് പറഞ്ഞുതരാൻ നിങ്ങൾക്ക് സാധിക്കൂല. പക്ഷേ അന്ന് ഇവിടെ ഇതിനടുത്ത് ഈ യോഗം വലിയ സമസ്തൻ്റെ യോഗം നടന്നു പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു അമ്പലത്തിൻ്റെ ഒരു പ്രദേശ സ്ഥലമുണ്ട്. കുറേ വലിയൊരു ഒഴിഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ആ സമസ്തൻ്റെ ആ യോഗം നടന്നത്. മുഷാവറ യോഗം ഇതിന് നേരെ മുമ്പിൽ മദ്രസ ഉണ്ടായിരുന്നു മിഫ്താഹുൽ, അവിടെ വെച്ചിട്ടും പിന്നെ അതിൻ്റെ കൂടിയാലോചന യോഗങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ടും ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്ന സമയത്ത് തന്നെ ധാരാളം പല മതസ്ഥരുമായ ആളുകൾ ആണും പെണ്ണും പലരും വന്നിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉള്ളത് കൊണ്ടുള്ളൊരു ഹൈദ്രോസ് തങ്ങൾ എടുത്താണോ അല്ലെങ്കിൽ ഫദൽ തങ്ങൾ എടുത്തായിരുന്നു? അത് ഫദൽ തങ്ങൾ കല്യാണം വിവാഹം ചെയ്തത് തന്നെ കൊയിലാണ്ടി അമ്പക്കാരകത്തു നിന്നായിരുന്നു. അത് ഒരു ജിഫ്രി ഫാമിലിയിൽ നിന്ന് തന്നെ ആയിരുന്നു കല്യാണം കഴിച്ച്. അത് അതിന് ശേഷമാണ് ഇവിടെ വന്നത്. ഇതിൽ തന്നെ അന്ന് നമ്മുടെ എൻ്റെയൊക്കെ വാപ്പ സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ. ഈ മുഹമ്മദ് ജിഫ്രി തങ്ങൾ അന്ന് ആദ്യകാലത്ത് ഈ ബുക്ക് ഡിപ്പോൻ്റെ ഒക്കെ മാനേജറും സമസ്തൻ്റെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ടും ഉള്ള പ്രവർത്തിച്ചിരുന്നുള്ളു. അപ്പോൾ അവരെല്ലാം കൂടിയിട്ടായിരുന്നു ഈ യോഗത്തിൻ്റെ. അന്ന് പൂക്കായക്കുമായിട്ട് അപാര ബന്ധമായിരുന്നു ഈ പാണക്കാട് പൂക്കോയ തങ്ങളുമായിട്ട് നമ്മളെ പാപ്പാക്ക്. അങ്ങനെയാണ് ഈ ഫദൽ ജിഫ്രി തങ്ങൾക്കും അങ്ങനെയാണ് ഈ വീടുമായിട്ടുള്ള ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. ഇപ്പം അപ്പോൾ കൊടിഞ്ഞിയിലെ ഈ ഒരു പരമ്പരയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
കൊടിഞ്ഞിയിൽ നമ്മുടെ ഈ ഐദ്രുസ് ജിഫ്രി തങ്ങളുടെ ബാപ്പ അഹമ്മദ് ജിഫ്രി തങ്ങൾ, അവരുടെ ബാപ്പാണ് കൊടിഞ്ഞിയിലെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സെയ്ദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ. അവരാണ് അലർമാത്ത് നിന്ന് വന്ന ഉപ്പാപ്പ. അതാണ് കൊടിഞ്ഞിയായിട്ടുള്ള ബന്ധം. പിന്നെ അവരുടെ ഏട്ടനന്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, നമ്മുടെ ഉപ്പാപ്പയുടെ വാപ്പയുടെ ജ്യേഷ്ഠനായിട്ട്, അത് പിന്നെ പൂക്കുഞ്ഞിയാക്ക സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ജിഫ്രി തങ്ങളുടെ വാപ്പ പൂക്കുഞ്ഞിയാക്ക. എന്ന് വെച്ചാൽ ഒന്നുകൂടി ഒരു വ്യക്തതയ്ക്ക്, സെയ്ദ് ഹുസൈൻ തങ്ങളുടെ എത്രാമത്തെ പേരക്കുട്ടിയോ അല്ലെങ്കിൽ സന്താന പരമ്പരയോ ഒക്കെ ആയിരിക്കും സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ? നാലാമത്തെ ഹുസൈൻ ജിഫ്രി തങ്ങളെ നാലാമത്തെ തലമുറയിൽപ്പെട്ട. നമുക്കൊന്ന് പറയാൻ പറ്റും ആരൊക്കെയാണെന്ന്? ഹുസൈൻ ജിഫ്രി തങ്ങള്, പിന്നെ അതിൻ്റെ മകൻ സെയ്ദ് അഹമ്മദ് ജിഫ്രി കൊടിഞ്ഞിയിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന, അതിൻ്റെ മകൻ സെയ്ദ് ഐദ്രുസ് ജിഫ്രി കക്കാട് ജുമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ദ് ഐദ്രുസ് ജിഫ്രി, അതിൻ്റെ മകൻ ഫദൽ ജിഫ്രി പൂക്കോയത്തങ്ങൾ ഈ വീട്ടിൽ, പിന്നെ ഈ വീട്ടിൻ്റെ, ഈ തറവാട് വീട്ടിൻ്റെ മുന്നിലുള്ള മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, അവരെ ഈ ഐദ്രുസ് ജിഫ്രി തങ്ങളെ പരമ്പരയിൽ നിന്നാണ് ഈ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ, പിന്നെ ഇപ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് ആയ അവരുടെ വാപ്പ, അവർ പിന്നെ 16 താമസിച്ചിരുന്നത്. നമ്മൾ ഈ ഫദൽ ജിഫ്രി തങ്ങൾ കക്കാടും, അങ്ങനെയാണ് ആ തലമുറ ഇങ്ങനെ 2 ഭാഗത്തായിട്ട് വേർപിരിഞ്ഞ് താമസമായി തുടങ്ങിയത്. ജിഫ്രി പരമ്പര തന്നെ വേറെയുണ്ട്, വേറെ ജിഫ്രിയിൽ തന്നെ ജിഫ്രി പാരമ്പര്യം തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വേറെയും ജിഫ്രി പാരമ്പര്യം. ഞങ്ങളുടെ ഉമ്മാമ വന്നിട്ടുള്ളത് അമ്പക്കാൻ്റെ അകത്താണ്. അവർ നമ്മളെ ഈ ഹുസൈൻ ജിഫ്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാരമ്പര്യമല്ല, അവർ വേറൊരു ഉപ്പാപ്പ മുഖാന അവരെ കണക്ഷൻ. അതേമാതിരി ഷെയ്ഖ് ജിഫ്രി കോഴിക്കോട്, അവർ വേറൊരു. അതേമാതിരി മമ്പറത്തന്നെ അസൻ ജിഫ്രിൻ്റെ അവർ വന്നത്, അവർ പിന്നെ പേരക്കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വേറാണ്. അതിന് അറിയപ്പെടാത്ത പിന്നെ ഈ വയനാട്, ഈ നാദാപുരം ഭാഗങ്ങളിലുണ്ട് ജിഫ്രികളുണ്ട്. അവരെ ഉപ്പാപ്പ സെയ്ദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ. ഇതൊക്കെ വേറെ കണക്ഷനാണ്. ഇവരൊക്കെ അലർമൗത്ത് നിന്ന് വന്ന ജിഫ്രി ഫാമിലികളാണ്. അതിലാണ് ഹുസൈൻ ജിഫ്രിയാണ് ഞങ്ങളുടെ പാപ്പ. നമ്മുടെ അവിടുന്ന് അലർമത്തിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ പാപ്പ ഹുസൈൻ ജിഫ്രി തങ്ങളാണ്, കൊടിഞ്ഞിയിലെ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹുസൈൻ ജിഫ്രി തങ്ങളുടെ പരമ്പരയിലാണ് നമ്മളെല്ലാവരും വരുന്നത്. ഇപ്പം സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ നമ്മളെ പരമ്പരയുടെ തുടക്കം ഈ ഹുസൈൻ ജിഫ്രിയിൽ നിന്നാണ്. ഈ മമ്പറം തങ്ങന്മാരും ഈ ഒരു പരമ്പരയുമായിട്ട് എങ്ങനെയാണ് ബന്ധം? മമ്പറത്തെ തങ്ങളുടെ പെങ്ങളെ മകനാണ് ഞങ്ങളുടെ ഉപ്പാപ്പ ഹുസൈൻ ജിഫ്രി തങ്ങൾ. ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങളുടെ ഈ ഉപ്പാപ്പ നമ്മുടെ ഫദൽ ജിഫ്രി തങ്ങളുടെ ജ്യേഷ്ഠന്മാർ വേറെ ഉണ്ട്. ഇങ്ങനെ കടങ്ങാത്തുണ്ട്, ഇവരെ ജ്യേഷ്ഠൻ വേറെ ഒന്നുണ്ട്. അതിന് 16 വേറൊരു ജ്യേഷ്ഠനുണ്ട്. അവരെ പേരക്കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വേറെ അവിടെ താമസിക്കുന്നവരുണ്ട്. അത് കടങ്ങാത്തുണ്ടായിട്ട് പന്തരങ്ങാടി ആയിട്ട് പല ഭാഗത്തായിട്ട്. ഈ ഇവർ ഐദ്രുസ് പാപ്പാക്ക് 3 ആൺകുട്ടികൾ, അവർ പല ഭാഗത്തായിട്ടാണ്. 3 പരമ്പര 3 പ്രദേശത്താണ്. കക്കാട്, പന്താരങ്ങാടി, കടുങ്ങാത്തുണ്ട്. അങ്ങനെ 3 ആൺമക്കളാണ് ഹുസൈൻ ഐദ്രുസ് ജിഫ്രി തങ്ങൾക്ക്. അങ്ങനെ 3 പ്രദേശത്തായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ ഒരു പരമ്പരയുടെ ഹുസൈൻ ജിഫ്രി തങ്ങളിൽ നിന്ന് ഇന്നത്തെ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെയുള്ള ആ ഒരു പരമ്പരയും അവരുടെ വീടും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ വീടുമായി ബന്ധപ്പെട്ട് ഒരു മിഫ്താഹുൽ ഉലൂം മദ്രസയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജമിയത്തുൽ മുഅല്ലിമീന്റെ 21ാം സമ്മേളനം. അതാ ഈ വീടിന് നേരെ ഓപ്പോസിറ്റ് നാഷണൽ ഹൈവേ, പുതിയ നാഷണൽ ഹൈവേ ആണ്, NH 66 കടന്നു പോകുന്നത്. അപ്പോൾ ഈ NH നിന്നിരുന്ന ഈ ഒരു സ്ഥലം വരെ, അഥവാ ഈ റോഡ് വരെയൊക്കെ ആ മിഫ്താഹുൽ ഉലൂം മദ്രസ ഉണ്ടായിരുന്നു. പിന്നീട് ഈ റോഡിന് വേണ്ടിയോ മറ്റോ ഒക്കെ ആ മദ്രസ പൊളിച്ചു മാറ്റേണ്ടി വരികയാണ്. അവിടെ ഒരു ഓടിട്ട ഒരു കെട്ടിടം കാണാം. അത് ആ പഴയ മിഫ്താഹുൽ ഉലൂം മദ്രസയുടെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഏകമായിട്ട് അവശേഷിക്കുന്ന ഒന്നാണ്. പക്ഷെ ഇന്ന് അത് മദ്രസയല്ല, പകരം മദ്രസ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആ മദ്രസയാണ് ഇനി നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ കൊടിഞ്ഞിയിലെ കാഴ്ചകളിലേക്ക് പോകാം.
നമ്മൾ മിഫ്താഹുലുലു മദ്രസയുടെ ആ പഴയ കെട്ടിടം നിലനിന്നിരുന്ന സ്ഥലവും അതിൻ്റെ അവശേഷിപ്പും കണ്ടു. ഇന്ന് മിഫ്താഹുലുലു മദ്രസ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറിയിട്ടുണ്ട്. അഥവാ കക്കാടുള്ള ഈ ഒരു മിഫ്താഹുലുലു മദ്രസ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലെ 13ാം നമ്പർ മദ്രസയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു മദ്രസയാണ്. ഇന്ന് ഈ ഒരു മദ്രസയ്ക്ക് 3-4 ബ്രാഞ്ച് ഉൾപ്പെടെ ഇതേ നമ്പറിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സവിശേഷത. നമുക്കിവിടെ ഇപ്പോ ശ്രീ ത്രിപുരാന്തക ക്ഷേത്രം കക്കാട് എന്നൊരു ബോർഡ് കാണാം. ഇതൊരു ക്ഷേത്രപ്പറമ്പാണ്. ക്ഷേത്രപ്പറമ്പിലായിരുന്നു 21ാമത് സമസ്തയുടെ ഒരു സമ്മേളനം കക്കാട് വെച്ച് നടന്നപ്പോൾ അന്ന് ഈ ക്ഷേത്ര കമ്മിറ്റിയാണ് ഈ പറമ്പ് വിട്ടു നൽകുന്നത്. അന്നത്തെ സമ്മേളന നഗരി ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ഈ സയ്യിദ് പരമ്പരയും അതോടൊപ്പം തന്നെ സമസ്തയുടെ സമ്മേളനവും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു മതസൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ ഒക്കെ കൊടുക്കൽ വാങ്ങലുകളുടെ ഒക്കെ ഒരു പ്രതീകം കൂടിയായിരുന്നു ഈ ഒരു സ്ഥലവും ഈ ഒരു കക്കാട് പ്രദേശവും എന്നൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സമസ്തയുടെ പൊതു സമൂഹത്തിൽ സമസ്ത ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയുടെ കൂടി ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സമ്മേളനം നടന്നു വന്നത്. അന്ന് ഇന്നിപ്പോ വലിയ ക്ഷേത്രവും ഒക്കെ ഇവിടെ വന്നു. അന്നത്തെ കാലത്ത് അത്ര ആ രീതിയിൽ വലിയ ക്ഷേത്രമോ കാര്യമോ ഉണ്ടായിരുന്നില്ല. ഇന്ന് പുതിയ ക്ഷേത്രമൊക്കെ ഉയർന്നു. ഇതിപ്പോ നാഷണൽ ഹൈവേയുടെ ഓരത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്, ക്ഷേത്രപ്പറമ്പ് കൂടിയാണ് ഇത്. കക്കാട് ദേശീയപാതയുടെ ഓരം ചേർന്ന് തന്നെയാണ് സയ്യിദ് ഹൈദ്രോസ് അൽ ജിഫ്രി തങ്ങൾ അവരുടെ കുടുംബ പരമ്പരയുടെയുമൊക്കെ ഖബർ, അവരുടെ ഭാര്യമാരും മറ്റുമൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇവിടെ ആരൊക്കെയാണുള്ളത്? ഇത് ഹൈദ്രോസ് ജിഫ്രിയുടെ പിന്നെ മകൻ്റെ മക്കൾ ഇവിടെ ഉണ്ട്. ഒന്ന് സെയ്ദ് ഹസൻ ജിഫ്രി തങ്ങൾ, സെയ്ദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ, സെയ്ദ് ഉമ്മർ ജിഫ്രി തങ്ങൾ, പിന്നെ അതേമാതിരി മകളുണ്ട്. മകള് പിന്നെ അതേമാതിരി പിന്നെ വേറെ ഹൈദ്രോസ് ജിഫ്രിൻ്റെ വേറൊരു ഭാര്യയിലുള്ള മക്കളുണ്ട് ഇവിടെ അടങ്ങിയിട്ടുള്ളത്. ഹലർമൗത്തിൽ നിന്നും കേരളത്തിലെത്തി തിരൂരങ്ങാടിയിലെ കൊടിഞ്ഞിപ്പള്ളി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ. ഈ കൊടിഞ്ഞിപ്പള്ളിയുടെ മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. കൊടിഞ്ഞിപ്പള്ളി നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് സത്യം ചെയ്യുന്ന പള്ളി. അതോടൊപ്പം തന്നെ ഈ കൊടിഞ്ഞിപ്പള്ളിക്ക് മറ്റൊരുപാട് തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹുസൈൻ തങ്ങൾ ഇവിടെ എത്തുന്നത്? ആരാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് മമ്പുറം തങ്ങൾ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ മമ്പുറം തങ്ങൾ ഇവിടെ കാലിയായി അവരോധിക്കുകയോ ഒക്കെ ചെയ്തതാണ് അദ്ദേഹത്തെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്താണ്? എങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത്? ഈ കൊടിഞ്ഞിപ്പള്ളിയിലെ പണ്ട് നടന്ന ഇത്ര വലിയ പള്ളിയൊന്നുമല്ല, ചെറിയ പള്ളിയായിരുന്നു. പള്ളിയിലുള്ള കമ്മിറ്റി ആളുകൾ മമ്പുറം തങ്ങളുടെ അടുത്തെത്തി നമുക്ക് പള്ളിയിലേക്ക് പറ്റിയ ഒരാളെ ഖാദിയായിട്ട് ഒരാളെ നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരാളെ കൊണ്ടുവരുന്നുണ്ട്, അദ്ദേഹം വരും. അപ്പോൾ കൊലവട്ടായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെന്നമായിട്ട് അടുത്ത് തന്നെ വരും. അങ്ങനെ ഒരു ദിവസമാണ് പിന്നെ പരപ്പനങ്ങാടി പിന്നെ പായിക്കപ്പലിൽ വന്നതിന് ശേഷമാണ് വിളിച്ചു വരുത്തി. അവിടെ ആ വന്ന സമയത്ത് പിന്നെ പരപ്പനങ്ങാടി തന്നെ മുൻപ് ആ പള്ളിയിൽ കയറി അവിടെ നിന്ന് അസ്രക്ക് നിസ്കരിച്ച് അവിടെ ഖുർആനൊക്കെ ഓതിയ സമയത്ത് തന്നെ ഈ തങ്ങളുടെ ഖുർആൻ്റെ പാരായണമെല്ലാം കേട്ടപ്പോൾ അവരെന്നെ തങ്ങളോട് പറഞ്ഞു തങ്ങൾ ഇവിടെ തന്നെ നിന്നൂടെ ചോദിച്ചു. അപ്പം ഞാനൊരാൾ വിളിച്ചു വരുത്തി വന്നതാണ് എന്ന് പറഞ്ഞ് പിന്നെ തങ്ങൾ ഇവിടെ നാളെ പറഞ്ഞയച്ചു കൊണ്ടുവന്നതാണ് ഹുസൈൻ പാപ്പാൻ. ഈ തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ സത്യം ചെയ്യുന്ന പള്ളി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഇവിടെ പണ്ട് ഈ തിരുവങ്ങാടി കോടതിയിലെല്ലായിട്ട് പല കേസുമായി ബന്ധപ്പെട്ട് സത്യം തെളിയിക്കുന്നതിന് വേണ്ടി ലാസ്റ്റ് ഇവിടെ സത്യം തെളിയിക്കാൻ കൊടിഞ്ഞിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യും. അങ്ങനെ ഇവിടെ സത്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ കൊടിഞ്ഞിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടുന്ന് പല സത്യങ്ങളും തെളിഞ്ഞിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ കോടതി നടപടി ആവാത്ത കേസുകൾ, തർക്കത്തിലൊക്കെ നിൽക്കുന്ന കേസുകൾ തങ്ങളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരും. ഈ കബറിമ്പുറത്ത് വന്ന് സത്യം ഒരാൾ പറഞ്ഞാൽ എതിർ കക്ഷിക്ക് അത് വിശ്വാസ്യമാകും. തങ്ങളടുത്ത് കൊണ്ടുവരിക, തങ്ങളടുത്ത് കൊണ്ടുവന്നിട്ട് തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുമ്പോൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ സത്യം തങ്ങളടുത്ത് വന്നവർ സത്യത പറയുള്ളൂ. അതിനുശേഷം തങ്ങളുടെ മരണശേഷവും അത് തുടർന്നു കേൾക്കുന്നുണ്ട്. തുടർന്നുണ്ടായിരുന്നു. പിന്നെ ഈ പ്രദേശത്ത് ഈ കൊടിഞ്ഞി പ്രദേശത്തൊക്കെ പിന്നെ കുട്ടികളില്ലാത്ത
സ്ത്രീകളുമായിട്ട് ഇവിടെ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, എനിക്ക് 2 മക്കളുണ്ടായിക്കോളൂ. ഈ പ്രദേശത്ത് ഒരുപാട് ആദ്യ ആളുകൾക്കും ചില ആളുകൾക്കൊക്കെ ഈ 2 മക്കളാണ്. അപ്പോൾ ഇത് എല്ലാ ഇരട്ടക്കുട്ടികൾ ഉള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ചെറിയ പ്രത്യേകതയായിട്ട്. പിന്നെ തങ്ങൾക്ക് പല കറാമത്തുകളും തങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് തങ്ങളുടെ മക്ബറ ഒന്ന് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ജിഫ്രി പരമ്പരയുടെ ഹദർമൗത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് കൊടിഞ്ഞിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ മക്ബറയിലാണ്. ഇവിടെ ആരൊക്കെയാണ് അടക്കിയിരിക്കുന്നത്? ഇവിടെ ഹുസൈൻ പാപ്പയും ഹുസൈൻ പാപ്പാൻ്റെ മകൻ അഹമ്മദ് ജിഫ്രി തങ്ങളും പിന്നെ അവരുടെ മക്കളും പിന്നെ പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള. എന്താണ് ഇവരുടെ ഉറൂസ് അല്ലെങ്കിൽ ചരമവാർഷികമൊക്കെ? ഷാബാൻ 13 ഇതിൻ്റെ ആണ്ടാണ്. ഏത് വർഷം? ഷാബാൻ അറബി മാസം ഷാബാൻ 13 ആണ്ടാണ്. അന്ന് നമ്മളെ കുടുംബത്തിലെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇവിടുന്ന് മൗലൂദും ദുആയും അന്ന് ഇവിടെ ഒരു ഓതിക്കലുണ്ട്, ഖുർആൻ ഓതിക്കലുണ്ട്. അതിവിടെ ഒരു തീർച്ചമായിട്ടുള്ളതാണ്, അതും ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഈ കൊടിഞ്ഞിപ്പള്ളി കമ്മിറ്റിയാണ് ഇത് വിപുലമായിട്ട് ഷാബാൻ 13 വിപുലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കൊടിഞ്ഞി കമ്മിറ്റി, ഈ പള്ളി കമ്മിറ്റി അത് ഏറ്റെടുത്ത് വളരെ വിപുലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളെ കുടുംബങ്ങളൊക്കെ അവർ ക്ഷണിച്ച് നല്ല രീതിയിൽ അവർ നടത്തി വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നല്ല റാഹത്തോടു കൂടിയാണ് എല്ലാവരും, ഈ നാട്ടുകാരും എല്ലാവരും അതിൽ പങ്കെടുത്ത് വളരെ റാഹത്തോടു കൂടി അവർ ചെയ്തു പോരുന്നുണ്ട്. തങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെ? ഞങ്ങളെ കുറിച്ച് നമ്മൾ ഹദർമൗത്തിൽ നിന്ന് ഇവിടെ ഇസ്ലാം പ്രചരണത്തിന് വേണ്ടി വന്നതാണ്. അവരെ നമ്മളെ ജിഫ്രി കുടുംബത്തിൽപ്പെട്ട നമ്മളെ ചെയ്ത നമ്മുടെ സിദ്ധങ്ങൾ ചെയ്ത മൗലദ് വേദങ്ങൾ അൽവിധങ്ങൾ പരമ്പരയിൽപ്പെട്ട കുമാരാണ്.